ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ തുടർ പഠനത്തിന് അർഹതയില്ല. വിദ്യാർത്ഥികളുടെ തുടർ പഠന അപേക്ഷകൾ കേരള സർവകലാശാല മടക്കി. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലായി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് കത്തയച്ചു. 24 എക്സ്ക്ലൂസീവ്. ഇത് കൊല്ലം സ്വദേശിനി ദർശന. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ നിന്ന് മലയാളത്തിൽ MA കഴിഞ്ഞു. മലയാളം BEd പ്രവേശനത്തിന് കേരള സർവകലാശാലയിൽ അപേക്ഷ നൽകി. പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ചു എന്ന ഒറ്റ കാരണത്താൽ തുടർ പഠനത്തിനുള്ള അവസരം നിഷേധിക്കുകയാണ്. ദയകാത്ത് ദിവസങ്ങളായി സർവകലാശാലയിൽ കയറി ഇറങ്ങുകയാണ് ദർശന. എനിക്ക് BEd ഞാൻ SN ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി കിട്ടുന്നില്ല. UG PG എല്ലാം ഉണ്ട്, അതിവിടെ റിക്കഗ്നൈസ് ചെയ്തിട്ടില്ല, നിലവിൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കാലതാമസം നേരിടുമെന്നാണ് പറയുന്നത്. ഈ വർഷം എനിക്ക് BEd അഡ്മിഷന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ സമീപിച്ചത്. ഇപ്പം അഡ്മിഷനൊക്കെ ഏകദേശം കഴിയാറായി. ഇത് ഒരാളുടെ സ്ഥിതിയല്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ നിരവധി വിദ്യാർത്ഥികളെയാണ് കേരള സർവകലാശാല പുറത്തു നിർത്തിയിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് സർവകലാശാലകൾ ഈ കോഴ്സുകളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. നിലവിൽ ഉപരിപഠനത്തിനുള്ള 10ഓളം അപേക്ഷകളാണ് കേരള സർവകലാശാലയുടെ കനിവ് കാത്തു കിടക്കുന്നത്. ശ്രീനാരായണ ഗുരു സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് VP കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന് കത്തയച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിന് വിരുദ്ധമായാണ് കേരള സർവകലാശാല തീരുമാനമെന്നും അത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത്. കേരളത്തിലെ ഏക ഓപ്പൺ സർവകലാശാല കൂടിയായ ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ വിശ്വാസ്യത കൂടിയാണ് ഇതോടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും തിരുവനന്തപുരം നിന്ന് ചേരുകയാണ്. ഉമേഷ്, ശരിക്കും ഇതൊരു വല്ലാത്ത തർക്കമാണ്. UGC അംഗീകരിച്ചതാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് ഇതെങ്ങനെയാണ് ഒബ്ജക്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഇതിൽ ഒരു വൈസ് ചാൻസലറുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. SKN സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ ഒരു ചില ന്യായങ്ങളും ചില മുടന്ത ന്യായങ്ങളെല്ലാം പറഞ്ഞ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഈ 2018 തന്നെ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. സാധാരണ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അതിന് ഈ എക്വലൻസിക്ക് വേണ്ടി അക്കാദമിക് കൗൺസിലിൻ്റെ മുന്നിലേക്ക് പോകാതെ തന്നെ എക്വലൻസി അനുവദിച്ച് ഹയർ എഡ്യൂക്കേഷനുള്ള അവസരം നൽകാമെന്നുള്ളതായിരുന്നു ആ 2018 ഉത്തരവ്. ആ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ BEd കോഴ്സിനും മറ്റ് ഉന്നത പഠനത്തിനും വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത്. ആ അപേക്ഷയാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അവഗണിച്ചിരിക്കുന്നത്. അതിലവർ പറയുന്ന കാരണം ഈ 2018 ഇറക്കിയ ഉത്തരവിൽ ഓൾ യൂണിവേഴ്സിറ്റീസ് എന്ന് മാത്രമേ ഉള്ളൂ, അതിന് പകരം ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ചേർത്തിട്ടില്ല. അതായത് ഓൾ യൂണിവേഴ്സിറ്റി എന്ന ഗണത്തിൽ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അതേ തുടർന്ന് ഇപ്പോൾ നിലവിൽ 7 വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ തള്ളി. കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുമില്ല. എന്തായാലും ഈ അപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നേരിട്ട് മോഹൻ കുന്നുമ്മലിന്, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിന് കത്തയച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അംഗീകരിച്ചതാണ് കേരള ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളും അവയുടെ UGC അടക്കം അംഗീകരിച്ചതാണ്. ആ കോഴ്സുകൾക്ക് ഇത്തരത്തിൽ ഇക്വലൻസിക്ക് വേണ്ടി പ്രത്യേകം സിലബസ് സമർപ്പിച്ച് അത് അക്കാദമിക് കൗൺസിലിന് മുന്നിൽ പോയി അംഗീകരിക്കുക എന്നുള്ള നടപടിക്രമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ അവസരം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ അടിയന്തരമായ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്.